എല്ലാവർക്കും പത്രമരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം തന്നെ അനന്തപുരിയാണ് കാണിക്കുക. അതിൽ അനി ഇങ്ങനെ മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കാറ് വരുന്ന കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നോക്കി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഗോവിന്ദനും കനകയൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അനി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ നമ്മളിവിടെ വന്നത് മോളുടെ 7ാം മാസ ചടങ്ങിന് മാത്രമല്ല, അമ്മായിയമ്മയും മരുമകളുടെയും അതായത് നമ്മുടെ മോളെയും കൂടെ തമ്മിലുള്ള ഓരോ നീക്കങ്ങളും നമ്മൾ നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അത് എന്തായാലും അത് നമ്മുടെ SA ആവാൻ പോണ മോള് നോക്കിയോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ കള്ളക്കളി പൊളിച്ചത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എന്തായാലും നയനേച്ചി ഇങ്ങനെ സൈബർ സെല്ലിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അമ്മായി അമ്മയാണ് നമ്പറാണെന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ഞാൻ പിന്നെ അതിൻ്റെ പിറകെ പോയില്ലെന്നൊക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എന്തായാലും ആ ക്രെഡിറ്റ് തന്നെ ആര് കൊണ്ടുപോകാൻ നോക്കട്ടെ, ഞാൻ തന്നെയാണ് കള്ളക്കളികൾ പൊളിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയണേ, എന്തായാലും നമുക്കിത് നോക്കിക്കോണം, അവരെ ഓരോ ചലനങ്ങളും നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് വരൂ, നമുക്ക് അകത്തോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ ഇങ്ങനെ വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഹാളിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദൻ ഞങ്ങൾ വൈകില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇല്ല നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്, എന്നാൽ ഒരാൾ വൈകിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അതാരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മരുമോൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അജയനും പറയുകയാണ്, ഒരാൾ മുല്ലപ്പൂ വാങ്ങിക്കാനെന്നും പറഞ്ഞ് പോയതാ, എന്നിട്ട് ഇതുവരെയും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ്, എവിടെ പോയ മോളെ എന്നൊക്കെ നവിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയാണ്, പറഞ്ഞത് കേട്ടില്ലേ, മുല്ലപ്പൂ വാങ്ങാനെന്നും പറഞ്ഞുകൊണ്ട് പോയതാ, ഇതുവരെയ്ക്കിട്ടും വന്നില്ല, എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അവൻ നാടന്ന് വിട്ട് പോയിട്ടില്ല, അവൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം തന്നെ അനിയും ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുകയാണ് ചെയ്യുക. എന്നിട്ട് മുത്തശ്ശൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ചിക്കൻ ബോക്സ് ഒക്കെ മാറിയ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, മാറി മുത്തശ്ശൻ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശി ജലജയോട് ചോദിക്കുന്നുണ്ട്, നവ്യയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ നീ ഇങ്ങനെ അകത്തോട്ടൊന്നും വിളിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ പറയുകയാണ്, അതിന് അവർ വിരുന്നുകാരൊന്നും അല്ലല്ലോ, അവർ വീട്ടുകാരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് കനക അത് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആദർശിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എനിക്കിപ്പോൾ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട്, നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ തളർച്ചയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ അടുക്കള കയറ്റില്ലെന്നാണ് മോള് പറയുന്ന പരാതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, എങ്ങനെ കയറ്റും, അവൾ ഒരു ഗ്ലാസ് പാല് കാച്ചി വെച്ചത് ഞാൻ കുടിച്ചതാണ്, ഞാൻ ഇത് പെട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ്, അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും അവൾ തന്നെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് പരിഹാരമാണ് കണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തേക്ക് പിന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും കനകയ്ക്ക് ഇത് കേട്ടിട്ട് ചിരി വരികയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് കനക ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും അതിൻ്റെ പരിഹാരം സ്വീകരിച്ചവർക്ക് എന്തായാലും അതറിയാം എന്താണ് ചെയ്തതെന്നുള്ളതൊക്കെ, എന്നിട്ട് എല്ലാവരും പറ്റിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ കനക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ കവറിനകത്ത് പലഹാരമല്ലേ, എല്ലാം വാങ്ങി വെക്കുമ്പോഴെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നയന ഈ കൊണ്ടുവന്ന കവറിലുള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, ഞാനും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നാട്ടു നടപ്പ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. എന്നിട്ട് വാമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഇങ്ങനെ നയനെ വിളിച്ചിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിനുശേഷം ഇങ്ങനെ നന്ദു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നന്ദുവും അനിയും കൂടെ തമ്മിലിങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെന്താ ഇവിടെ നിൽക്കുന്നത്, മോളകത്തിട്ട് ചെല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, വാ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് നന്ദുവിനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും മുത്തശ്ശി അനിയോടും ആദർശിനോടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ 7ാം മാസത്തെ ചടങ്ങിൽ നിങ്ങളുടെ ആരുടെ ഭാര്യമാരാ ഇങ്ങനെ ചടങ്ങ് നടത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവരൊന്നും മിണ്ടാൻ നിൽക്കുന്നില്ല.
ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അനാമിക മോളും അതുപോലെ തന്നെ അവളെ അച്ഛനും അമ്മയും വന്നില്ലെന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അജയൻ പറയുന്നുണ്ട്, നീ വിളിച്ചതല്ലേ, അതേപോലെ തന്നെ ഞാനും വിളിച്ചതാണ്, എന്നിട്ട് പോലും അവർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ കുറ്റം പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ജയൻ അനിയോട് പറയുന്നുണ്ട്, എന്നാലും മോൻ കുറച്ചുകൂടെ സ്നേഹം അനാമികയോട് കാണിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇത് ജലജ പറയുന്നുണ്ട്, എന്തായാലും അവന് അനാമിക മോളോട് സ്നേഹമുള്ളതായിട്ടൊന്നും ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്, പിന്നെ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അടുത്തായിട്ട് അനാമികയെ അവിടെ അച്ഛനും അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റി, അവൾ അസുഖമായിട്ട് പോലും അവിടെ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കുളി കഴിഞ്ഞിട്ടാണ് അസുഖങ്ങൾ പകരുന്നത് എന്ന് അതൊന്നും ഓർക്കാതെ അവളെയും കൂട്ടി അവളെ അച്ഛനും അമ്മയും വന്നതെന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് വേണു പറയുന്നുണ്ട്, അവർ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുക. ഇവിടെയാണ് മോളെ നിനക്ക് തെറ്റുപറ്റിയത്, ഈ സമയം നീ എന്തായാലും അവിടെ വേണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും അവൾ കൊണ്ടുപോയി, മോൾക്ക് പറ്റിയ തെറ്റാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. വേണു പറയുന്നുണ്ട്, എന്തായാലും അതിന് വേണ്ടിയിട്ട് അവളെ ചേച്ചിമാരെ അവളെ വിളിച്ചു വരുത്തിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി പറയുകയാണ്, എന്തായാലും മോളെ ഇനി പോകാനൊക്കെ അവിടെ പോകാൻ പറയുന്നുണ്ട്. അപ്പം അനാമിക പറയണേ, ഇനി പോവാനോ, ഇനി ഞാൻ എന്തായാലും പോവില്ല എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുകയാണ്. രേവതി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, മോൾ എന്തായാലും പോയി അവർ രണ്ടുപേരും കൂടെ തമ്മിൽ ഒന്നിക്കാനുള്ള അവസരം മോളായിട്ട് ഇങ്ങനെ ഒരുക്കി കൊടുക്കല്ലേ, മോൾ ഒഴിഞ്ഞു കൊടുക്കണമുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, എന്തിനാമേ ഞാൻ വെറുതെ പോണത്, കാര്യം അവർ തമ്മിലുള്ള ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തായാലും ഞാൻ 7 മാസം ചടങ്ങാണെന്നൊന്നും നോക്കില്ല, ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചെയ്യും. അപ്പോഴത്തേക്ക് ഇനി അത് അലമ്പാകുമ്പോൾ അത് എൻ്റെ പേരിലായിരിക്കും വരുന്നത്, ഞാൻ പോയി എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രേവതി ഇതൊക്കെ ആയിട്ട് പറയുന്നത്, ഇനിയിപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, നിൻ്റെ ജീവിതം നീ തന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെന്നൊക്കെ ഇങ്ങനെ അനാമിയോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കല്യാണത്തിന് മുമ്പ് പെണ്ണും ആണും തമ്മിലൊക്കെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ അവരെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുക, സ്നേഹിക്കുക ചെയ്യേണ്ടത്, അപ്പോഴത്തേക്ക് അത് നമ്മളോട് പയ്യെ അടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക്ക് ദേഷ്യം വരുന്നത്. എന്നിട്ട് പറയുകയാണ്, കേട്ടിട്ട് വേണും പറയുന്നുണ്ട്, ഇതൊക്കെ ആരോട് പറയാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനാമിക പറയുകയാണ്, അച്ഛനും അമ്മയ്ക്ക് അറിയാമല്ലോ, അവനുമായിട്ട് ഞാൻ ഒരുമിച്ച് പോകില്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ, അതുകൊണ്ട് എന്തായാലും അവനുമായിട്ട് കൂടുതൽ സ്നേഹിച്ച് പോകണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത്, നമുക്ക് അവരെ പൈസ മാത്രം മതിയെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക രേവതി പറയുന്നുണ്ട്, എൻ്റെ സങ്കടം കൊണ്ടാണ് മോളെ ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്, ഇനിയിപ്പോൾ നീ ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ട് മൂർത്തി സാറ് വിചാരിക്കുകയാണ്, ഇനി അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ പ്ലാനൊക്കെ പൊളിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ ഡിവോഴ്സിന് അവരാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്തായാലും അവരായിട്ടിങ്ങനെ എന്താ വേണ്ടാന്ന് വെക്കുന്നെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമില്ല, അത് നമുക്ക് നല്ലതേ വരാത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവരാണ് ഡിവോഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കോമ്പൻസേഷൻ നമുക്ക് തരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും അവർക്ക് വലിയ കാര്യമുള്ളതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, എനിക്കിന്ന് വലിയ കാര്യമുള്ളത് തന്നെ, എനിക്ക് സാമ്പത്തികം കിട്ടുന്നതോടൊപ്പം തന്നെ അനിയെ അവൾ കല്യാണം കഴിക്കാനും പാടില്ല, വേറെ ആര് കല്യാണം കഴിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അവൾ കല്യാണം കഴിക്കരുത് എന്നൊക്കെയാണ് ഈ അനാമിക പറയുക. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും പറയുകയാണ്, ഞാനും അനിയും തമ്മിൽ അകലാനുള്ള പ്രധാന കാരണവും അവൾ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ അനാമിക നല്ല ദേഷ്യത്തിൽ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, അവളും അവളെ വീട്ടുകാർ ആഗ്രഹിക്കുന്നത് പോലെ അവൾ ഈ തറവാട്ടിൽ കയറരുത്, അതുകൊണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ല സാമ്പത്തികം കിട്ടണം, ഇത് 2 കാര്യമാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, മോളെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത്, അതുപോലെ തന്നെയായിരിക്കും ഇനിയും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കടക്കെണിയിൽ പെട്ട് നിൽക്കുകയാണ്, അതൊക്കെ അനുസരിച്ച് വേണം മോൾ മുന്നോട്ട് പോകാനെന്നൊക്കെ ഇങ്ങനെ വേണു പറയുകയാണ് കേട്ടോ അനാമികയോട്. അപ്പോൾ അനാമിക ഇതൊക്കെ കേട്ടിട്ടും പറയുന്നുണ്ട്, എന്നാലും അവൾ വന്നല്ലോ എന്നുള്ള ഇതിൽ അനാമിക പിന്നെയും പറയാണ് കേട്ടോ ഇതൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് എന്തുമാത്രം അനിയോട് ഇഷ്ടം കാണും, അതുകൊണ്ടല്ലേ അവൾ പിന്നെയും വന്നത്, ഇത്രയും സുഖമില്ലാതിരുന്നതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
ആയിട്ട് കാണിക്കുന്നത് അനഘയും അഭിയാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നിന്നോട് പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ പോയത്. പക്ഷേ നീ എന്നെ ചതിച്ച പോലെ ദൈവങ്ങളും എന്നെ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം ഇങ്ങനെ അനഘ പറയുന്നുണ്ട്, ആദ്യം എനിക്ക് ചെറിയൊരു തലവേദന വന്നത്, പിന്നെ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടായി. പിന്നെ അതിനുശേഷം എനിക്ക് മനസ്സിലായി എനിക്കിനി അധികം ആയുസ്സൊന്നുമില്ല എന്നിങ്ങനെ അനഘ പറയുകയാണ് കേട്ടോ, വളരെ വിഷമത്തോടെ. അപ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോൾ ഇത് അഭിക്ക് നല്ല ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. ഏത് നിമിഷം മരണം കാത്ത് ഇരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ. അതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിൽ ഏൽപ്പിക്കാനാണ് ഞാൻ തിരിച്ചു വന്നത്. അതുപോലെ തന്നെ എൻ്റെ മോളെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടുപോകാം, അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇല്ലല്ലോ എൻ്റെ മോൾക്ക്. പിന്നെ അതുപോലെ തന്നെ അവളെ അനാഥാലയത്തിലാക്കേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ മോളെ അനാഥ ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ സ്വീകരിക്കണം, അതുപോലെ തന്നെ നീ ഇതിനൊരു മറുപടിയും പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും അബിക്ക് കോള് വരുന്നുണ്ട്, വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ അബി ഭയങ്കരമായിട്ട് ടെൻഷനാവുകയും ചെയ്യാം. എന്നിട്ട് അബി പറയുന്നുണ്ട്, വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനഘ പറയുന്നുണ്ട്, അവർ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, അവർ കാത്തിരിക്കുന്നെങ്കിൽ കാത്തിരുന്നോട്ടെ, എന്നെപ്പോലെ എത്ര നീറുന്ന പ്രശ്നങ്ങളൊന്നും അവർക്കില്ലല്ലോ, ഇത് എൻ്റെ മാത്രം കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് നീ ഇതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി നീ തന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുകയാണ്. ശേഷം ആനന്ദപുരിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ നയനയും ദേവേനയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നയന ചടങ്ങിനുള്ള ഇതൊക്കെ ഒരുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നന്ദുവൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗോവിന്ദനും കനക ഇരിക്കുന്നിടത്ത് മുത്തശ്ശിയും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശൻ പറയുകയാണ്, താനൊരു കാരണവരാ, അപ്പോൾ പിന്നെ അവിടുന്ന് എന്നെ കാണുമ്പോൾ ഇങ്ങനെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ആരായാലും ഇദ്ദേഹത്തെ കാണുമ്പോൾ എണീറ്റ് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ജലജയും ജാനകിയും കൂടെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ മരുമോളുടെ 7 മാസത്തെ ചടങ്ങിന് നീ ഇങ്ങനെ മാറി നിൽക്കുകയാണോ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളും മാറി നിൽക്കുക, ഇവളെ മോനും മാറി നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മുല്ലപ്പൂ വാങ്ങാൻ പോയതാണത്രേ, എന്നിട്ട് മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി ഇത്ര സമയം എടുക്കും, ഞാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി സാർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മുല്ലപ്പൂ പിന്നെ കിട്ടാത്ത സാധനമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടേക്ക് നയനയും ദേവയാനിയും നന്ദും അതുപോലെ തന്നെ നവിയൊക്കെ വരികയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി നവിയോട് ചോദിക്കുന്നുണ്ട്, മോന് വിളിച്ചായിരുന്നു മോളെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പറയുകയാണ്, ഞാൻ വിളിച്ചായിരുന്നു, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ഗോവിന്ദനോട് പറയുന്നുണ്ട്, തനിക്കറിയാമോ എൻ്റെ 3 കൊച്ചുമകളിൽ അനുസരണയില്ലാതെ പോയത് അവന് മാത്രമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ അവ എന്നെ പേടിച്ചെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും പല പല ഇഷ്ടം പോലെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തേക്കും അനി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അനാമികയൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ പറയാണ് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താ മോനെ നിനക്കറിയാത്തത്, നിൻ്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്കാണോ അറിയാമെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടും അനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു അനിയെ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നയന ചെന്ന് നവിയെ ജസ്റ്റൊക്കെ ഒന്ന് ഓർണമെൻറ്റ്സൊക്കെ ഇന്ന് അറേഞ്ച് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവേനി പറയുന്നുണ്ട്, അവളെ ഒരുക്കിയതല്ലേ, നീ പിന്നെ എന്തായാലും പിന്നെ ചെന്ന് കലാവിരുത് കാണിക്കുന്നതെന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അവിടെ വലിയ ഡിസൈനറല്ലേ, അത് മറ്റുള്ളവരും കൂടെ കാണിക്കാനായിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കും ചെയ്യാറിയാം, പിന്നെ ഇവളെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്ദുവും അതുപോലെ അടുത്തായിട്ട് അനഘയും അഭിയാണ് കാണിക്കുന്നത്. അപ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും പറയാതിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല, അതുപോലെ തന്നെ നീ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുഴപ്പം പിടിച്ച അവസ്ഥയിലൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനഘ പറയുന്നുണ്ട്, അപ്പോൾ എന്താ നിനക്കും വല്ല അസുഖം വല്ലതും ഉണ്ടോ, നിൻ്റെ അസുഖം എന്തിനാണെന്നൊക്കെ എനിക്കറിയാം, ആ അസുഖത്തിലാണല്ലോ ഞാനും വീണ് പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, നീ ഒന്ന് ചുമ്മാ ഇരിക്കാനൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അഭി എൻ്റെ ഭാര്യയായിട്ട് വരുന്ന ഒരു കുട്ടി നിൻ്റെ മകളെ അംഗീകരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനഘ പറയുകയാണ്, അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതെനിക്ക് വിഷയമില്ല, പക്ഷേ നിൻ്റെ കുഞ്ഞാണ്, അത് നീ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.
അപ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, നിൻ്റെ അടുത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്കതൊന്നും എനിക്കറിയണ്ട, എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അഭി പറയുന്നത്, എന്തായാലും ഞാൻ ഇപ്പോൾ പൊയ്ക്കോട്ടെ, അവരെ എന്നെ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് നിന്നെ വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എന്തായാലും വിളിക്കുന്ന സമയത്ത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കണം നീ തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പം പൊയ്ക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ അഭിക്ക് കോള് വരുന്നുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് ആരെയും വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അഭി ഫോൺ നോക്കിയിട്ട് പറയും, വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, ഇനി ഞാൻ ഇവിടെ ഇരുന്ന പ്രശ്നമാവും, എന്തായാലും ഞാൻ നിന്നെ വിളിച്ചോളാം, ഞാൻ പൊയ്ക്കോട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനഘ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. അനഘയ്ക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് അനഘ അവിടെ ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. അതിനുശേഷം അനന്തപുരിയാണ് കാണിക്കുക. എന്നിട്ട് ജലജയും ജാനകിയും കൂടെ ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ഇനി അഭി വന്നില്ലെങ്കിൽ അത് ഇനി പ്രശ്നമാവില്ലേ, മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നത്, ഒരു മോശമല്ലേ, പക്ഷേ ഇന്നലെ ആൾക്കാരെ ബോധിപ്പിക്കണമെങ്കിൽ അവ ഇവിടെ വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, അച്ഛൻ്റെ സ്വഭാവം അറിയല്ല, അവൻ വന്നില്ലെങ്കിൽ അവനെ തന്നെയാണ് തട്ടുകടന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഹോളിലോട്ട് എല്ലാം ഇരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്, മാറി നിന്ന് സംസാരിക്കാൻ, നീ അവരെ ഒന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അവൻ ഫോൺ എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനെന്നൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്നത്തെ ചടങ്ങിൽ അവൻ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അവനെ ഈ വീട്ടിൻ്റെ പടി ചവിട്ടി കയറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജയ്ക്ക് നല്ല ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.